ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ ആശീഷേ? നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ ബോഡി നാട്ടിലെത്തിച്ചേക്കണേ. അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ്. സൗകര്യത്തിൽ ഒരു ആല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? പുരസ്കാര ദാന ചടങ്ങ്. പക്ഷേ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അതിനുശേഷം ചുറ്റുന്നു ആസിഫ് അലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അതിനുശേഷം ചുറ്റും നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു. ഇവൻ മഹാ തെണ്ടി തന്നെ. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് കരുതുന്ന സംവിധായകൻ ജയരാജിന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ. തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്ത് തെണ്ടിത്തരം? എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതിൽ നൂറ്റാൻ നോക്കരുത്. സംവിധായകൻ ജയരാജ് സംഗീതജ്ഞൻ രമേശ് നാരായണന് പുരസ്കാരം നൽകുന്നു എന്നതാണ് അവിടെ നടന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അണ്ടർവേൾഡ് രാജാവായിരുന്ന മരുതുവണ്ടി ചെട്ടിയാരുടെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി കൂസല്ലാതെ നടന്നുപോയ ആളല്ലേ, മിണ്ടാൻ ധൈര്യം വരുമോ? താൻ, അതായത് രമേശ് നാരായണൻ എന്ന ഞാൻ, ഈ ആസിഫ് അലി എന്ന യുവനടനിൽ നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ഉപഹാരം വാങ്ങേണ്ട ആളല്ല. അതിനേക്കാൾ ഉയർന്ന വലിയൊരു സംവിധായകനായ ജയരാജിൽ നിന്ന് വാങ്ങിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ സമാസമം. അതേന്ന് ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ആസിഫ് അലി വരുന്നു. ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു. ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം. നമ്മൾ വന്ന വഴി മറക്കരുത്, അതാ പുള്ളിയും കൂടി ചേർത്ത് എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടി ഇങ്ങോട്ട് വിളിക്കുക. നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ രണ്ടാ ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. ജയരാജ് വരുന്നു. ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു. ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. മതി മതി, മനസ്സുടക്കുമ്പോഴാണ് വാക്ക് ഉടക്കുന്നത്. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ. ഇതാണ് നടന്നത്. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. മകനെ പാപ്പച്ച, എന്തോ ചീത്തയെന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.